Hi, welcome to Gino's Fashion. ഇന്ന് നമ്മൾ അടിപൊളി ഒരു 5 മിനിറ്റിൽ താഴെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി നമുക്ക് തയ്യാർ ചെയ്യാം. അപ്പോൾ മറക്കരുത്, വീഡിയോ ഫുൾ ആയിട്ട് കാണുക, കണ്ടതിന് ശേഷം കമന്റ്സ് തന്നെ അറിയിക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് എന്തെല്ലാം ആവശ്യമാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ റെസിപ്പിക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് സവാളയാണ്. അപ്പം നിങ്ങൾക്ക് എത്ര സവാള വേണോ അതനുസരിച്ച് നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾ അനുസരിച്ച് സവാള എടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5 സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ സവാളകളാണെങ്കിൽ അതനുസരിച്ച് എടുക്കുക, 2 or 3 എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 5 ചെറിയ ഒരു മീഡിയം സൈസിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സവാള ആദ്യം നമുക്കൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറിയ കുനുകുനാന്ന് ചെറിയ പീസാക്കി നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളയാം. അപ്പം നമുക്ക് ഇതെന്ന് വെച്ചാൽ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഉള്ളി അരിയുന്നതിൻ്റെ ഒരു താമസമേ ഉള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്നാണ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളി എല്ലാം നല്ലപോലെ തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി കഴുകിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് കഴുകിക്കൊണ്ട് വരാം. അപ്പോൾ നമ്മൾ ഉള്ളി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഇരിക്കുന്ന ബാക്കി 4 കൂടെ ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കും. അപ്പോൾ നമ്മൾ മൊത്തം സവാള അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാൻ പോവാണ് കേട്ടോ. ഇനി നമ്മൾ ബൗളിലാണ് മൊത്തം പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ബൗളിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മസാലകളാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ അതെന്തെല്ലാമാണ് നമുക്കിപ്പോൾ കാണാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടിയാണ്. എരിവിന് അനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തു. ഗരം മസാല നമ്മൾ ഇടാൻ പോവാണ്. അതുപോലെ ജീരകം, ക്യുമിൻ സീഡ്, അത് പൊടിച്ചതാണ് കേട്ടോ. അതിൻ്റെ പൊടി നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഉപ്പ് ഒന്ന് നോക്കുക കേട്ടോ, ഉള്ളിയിലൊക്കെ പെട്ടെന്ന് ഉപ്പ് നന്നായിട്ട് പിടിക്കുക. അത് കാരണം കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനകത്ത് വേണ്ടത് കപ്പലണ്ടിയാണ് കേട്ടോ. കപ്പലണ്ടി നമ്മൾ വറുത്ത കപ്പലണ്ടിയാണ്, കണ്ടില്ലേ. അത് ഇഷ്ടമുള്ളവർ ആഡ് ചെയ്യാം, ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇട്ട് നമ്മളിത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കപ്പലണ്ടി വറുത്തതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചാറ്റ് മസാലയാണ് കേട്ടോ. ചാറ്റ് മസാല നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അപ്പോൾ ഇത് എല്ലാം നമ്മൾ പൊടികൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് നാരങ്ങയുടെ നീര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകണേ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറിയ നാരങ്ങ നമുക്ക് നീര് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കുരു എടുത്ത് കളയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നാരങ്ങയുടെ നീരും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുളി ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ പുളി കുറച്ചാണ് അവർക്ക് ആവശ്യം, അത് കാരണം ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇതിനി നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിതൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് പറയുന്നില്ല, സർപ്രൈസാണ്. ചോറിൻ്റെ കൂടെ ഒരു അടിപൊളി സാധനമാണ്. എൻ്റെ കണ്ണിൽ പുള്ളി നമ്മൾ എടുക്കുമ്പോൾ കണ്ണിൽ കൂടെ വെള്ളമൊക്കെ വരും. എന്നാലും അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മളിപ്പം അതിൻ്റെ ഓൾമോസ്റ്റ് ഫിനിഷിങ് ടൈം ഇതിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കടുവറക്കുന്നതിൻ്റെ പരിപാടികളുണ്ട്. ഒരു കടുവറ നടക്കണം. കൊതിച്ച് കൊള്ളല്ലേ. അപ്പം ഇച്ചിരി കടുവറത്തൂടെ കഴിയുമ്പോൾ സൂപ്പറായിരിക്കും ചോറിൻ്റെ കൂടെ. ഓക്കെ, ഇപ്പോൾ ചോറിൻ്റെ കൂടെ തരാമോ? ഓക്കെ തന്നെ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് എണ്ണയിൽ കടു വറുക്കാനുണ്ട്. അതെന്താണെന്നും കൂടെ നമുക്കൊന്ന് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനി നമുക്കൊന്ന് കടു വറുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയൊരു കടായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എള്ളാണ് ഇടാൻ പോകുന്നത് കേട്ടോ. വെളുത്ത എള്ള് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇതിനകത്ത് ഇടാൻ പോവാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാണ്.
ഇത്രേ ഉള്ളൂ. ഇനി നമ്മളിത് നമ്മുടെ ഉള്ളി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് നമ്മളിത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരു നല്ല മണമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന പൊടികൾ നമ്മൾ ചൂടോടല്ലേ എണ്ണ ഒഴിച്ചത്, അപ്പം ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന പൊടികളൊക്കെ നന്നായിട്ട് ആ എണ്ണയിലൊന്ന് മൂത്ത് കിട്ടും. കാരണം നല്ല തിളച്ച എണ്ണയാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കിത് നമ്മുടെ ചോറിൻ്റെ കൂടെ ഇരുന്ന് നമ്മളിന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ കൊച്ചിനെ കൂടെ ഒന്ന് വിളിച്ചിട്ട് അവളോട് ഞാൻ പ്രോമിസ് ചെയ്തതാണ് അവൾക്ക് ചോറിൻ്റെ കൂടെ കൊടുക്കാമെന്ന്. ഓക്കെ, എന്നാൽ നമുക്കിത് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിക്കാം. അപ്പോൾ നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട്. നമ്മുടെ മകളെ കൂടെ അതിനെ വിളിക്കുകയാണ്. മോളെ വരും, നീയല്ലേ നോക്കാമെന്ന് പറഞ്ഞേപ്പാ ആത്മാർത്ഥമായിട്ട് പറയണം കേട്ടോ. നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട്. ഇപ്പോഴേ അങ്ങ് നാക്കിക്കൂടെ കപ്പൽ ഓടിക്കാൻ പറ്റിയ വെള്ളമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വാരി തരാം. ഇനി നമുക്ക് കറി ഒന്നും വെക്കണ്ട. കറി വെക്കണ്ട. ഓ, ഞാൻ രക്ഷപ്പെട്ട്. അപ്പൊ ഈ കറി മതി ദിവസവും. അടിപൊളി. അപ്പൊ കപ്പലണ്ടിയും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പൊ ഇതിനകത്ത് നമ്മള് എള്ളാണ് നമ്മള് കടുവറുത്തിട്ടത്. അപ്പം അതിന്റെ ആ ഒരു മണവും അതിന്റെ ആ ഇടയ്ക്കിടയ്ക്ക് കപ്പലണ്ടിയും എള്ളും ഒക്കെ കടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ ഒരു വേണൊക്കെ തരാം. അപ്പൊ ഞാനും ഒരു കഴിക്കുകയാണ് കേട്ടോ. ഞാനും അറിയണമല്ലോ എങ്ങനെ ഉണ്ടെന്നല്ലേ. നോക്കാം. സൂപ്പറാട്ടോ. നിങ്ങൾക്ക് പുളി ഇച്ചിരി വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ ഫുള്ള് ഒഴിക്കാം. അതുപോലെ ഉള്ളി കഴിക്കുന്നതിൻ്റെ അളവനുസരിച്ച് മതി കേട്ടോ. നാരങ്ങ ഒഴിക്കുന്നത് അതുപോലെ ഉപ്പിൻ്റെ അളവ് അത് മാത്രം നോക്കുക. ഇത് പെർഫെക്റ്റ് ആണ്. ഇപ്പം നമുക്ക് ഇതിനകത്ത് വേണ്ടത്ര നാരങ്ങയുടെ ഒക്കെ അല്ലേ, പുളിയൊക്കെ ഒക്കെയാണ്, ഉപ്പൊക്കെയാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വെറുതെ പറയുന്നതല്ല, കഴിച്ച് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യാം, കഴിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ റിപ്ലൈ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല അടിപൊളി റെസിപ്പീസായിട്ട് ഞാൻ വീണ്ടും ഇതാണ് നിങ്ങളുടെ സ്വന്തം ചെയ്യുന്നത്.